ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ ഫിസിക്സ് ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കുകയാണ്. മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന്. ഹിയർ വി ഡിസ്കസ് സം റൂൾസ് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് യൂണിറ്റ്സ്. We have to observe certain rules according to international standards while using these units and their symbols. We have learned what are fundamental units, what are derived units, and what are the symbols of such units. നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ചില യൂണിറ്റുകളുടെ സിംബൽസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ സിംബലുകൾ എഴുതേണ്ടത്? സിംബൽസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ യൂണിറ്റുകളുടെ സിംബൽസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചില റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ റൂൾസ്? There are 10 rules to be remembered in writing the units. Let us have a look at these 10 rules. First rule is the symbols of units are normally written using small letters in the English alphabet. സാധാരണ യൂണിറ്റ്സിന്റെ സിംബൽസ് എഴുതുന്നത് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. എക്സാമ്പിൾ, മീറ്റർ. മീറ്ററിന്റെ സിംബൽ M ആണ്. M, small letter M is the unit of meter. It is the unit for which physical quantity? It is the unit of length. Now second, S is small letter S is used as symbol for second. Second is the basic unit of time. Similarly, the basic unit of mass is kilogram and its symbol is small letter kg. Now, the rule 2. The symbols of units named after persons are written as capital letters of the English alphabet of their names. രണ്ടാമത്തെ റൂൾ പറയുന്നത് യൂണിറ്റുകളുടെ സിംബൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലും എഴുതാറുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണമെങ്കിൽ ആ യൂണിറ്റ് ഒരു സയന്റിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ, ഒരാളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, Alexandro Volta is the famous scientist. The unit of potential difference is taken as volt, which is derived from his name. While we write the symbol for volt, we use capital letter V and not small letter v. അതായത് സയന്റിസ്റ്റുകളുടെ പേരുകൾ യൂണിറ്റ് ആയിട്ട് വരുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? പേരിന്റെ ക്യാപിറ്റൽ ലെറ്ററുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാത്രം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാറുണ്ട്. സിമ്പിളായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കണ്ടാൽ അതിനർത്ഥം അത് ഒരു സയന്റിസ്റ്റിന്റെ പേരുമായിട്ട് ബന്ധമുള്ളതാണ് എന്നാണ്. ഉദാഹരണത്തിന് അലക്സാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വോൾട്ട് എന്ന യൂണിറ്റ് വന്നത്. അതുകൊണ്ട് വോൾട്ട് എന്ന യൂണിറ്റിന്റെ സിംബൽ എഴുതുമ്പോൾ അതിന് നമ്മൾ സ്മോൾ ലെറ്റർ വി അല്ല ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ വി ആണ്. The physical quantity pressure has the unit Pascal, and this Pascal is derived from the name of famous scientist Blaise Pascal, and its symbol is capital P small letter a, that is PA. ബ്ലേസ് പാസ്കൽ എന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ എന്ന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാസ്കൽ എന്ന യൂണിറ്റിന്റെ സിംബലായി ക്യാപിറ്റൽ ലെറ്റർ പിയും സ്മോൾ ലെറ്റർ എയും, പാസ്കൽ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സർ ഐസക് ന്യൂട്ടന്റെ പേരിൽ നിന്ന് വന്നിട്ടുള്ള
ഒരു യൂണിറ്റ് ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടൺ. So we write its symbol as capital N because it is related to the name of a person. അങ്ങനെ സിംബലുകളെല്ലാം ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. യൂണിറ്റിന്റെ പേര് മുഴുവനായിട്ട് എഴുതുകയാണ്, സിംബൽ അല്ല ഉപയോഗിക്കുന്നത്, പകരം യൂണിറ്റ് മുഴുവനായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും വോൾട്ട് എന്നോ പാസ്കൽ എന്നോ ന്യൂട്ടൺ എന്നോ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കരുത്. സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാറുണ്ട് പേരുകൾ എഴുതുമ്പോൾ എപ്പോഴും അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. പക്ഷേ യൂണിറ്റിന്റെ പേര് ഫുള്ളായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും യൂണിറ്റിന്റെ നെയിം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ വോൾട്ട് എന്നതിൽ ഒരിക്കലും വി ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത്. സ്മോൾ ലെറ്ററിൽ തന്നെ വോൾട്ട് എന്ന് മുഴുവനായിട്ട് എഴുതണം. VOLT എന്നത് മുഴുവൻ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. അതുപോലെ പ്രഷറിന്റെ യൂണിറ്റ് ഫുൾ ആയിട്ടുള്ള യൂണിറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പാസ്കലിലെ P ക്യാപിറ്റൽ എഴുതിയിട്ട് പോകരുത്, പകരം PASCAL എന്ന് എല്ലാം സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. അതുപോലെ തന്നെ ന്യൂട്ടൺ, ഫോഴ്സിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടൺ ഫുള്ളായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ N എന്ന് സിംബലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ N എഴുതണം. അതല്ലെങ്കിൽ ന്യൂട്ടൺ എന്ന് ഫുൾ സ്മോൾ ലെറ്ററിൽ എഴുതണം. NEWTON എന്ന് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം. ഇതാണ് രണ്ടാമത്തെ റൂൾ. അതായത് ആരുടെയെങ്കിലും പേരുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റുകൾ എഴുതുമ്പോൾ അതിന്റെ സിംബലിന് ക്യാപിറ്റൽ ലെറ്ററും പേരിന് മുഴുവനായിട്ട് യൂണിറ്റിന്റെ പേര് എഴുതുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ സ്മോൾ ലെറ്റേഴ്സിലും എഴുതണം. റൂൾ 3. While writing the names of units, never use capital letters. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ് മൂന്നാമത്തെ റൂളിൽ പറയുന്നത്. കെൽവിൻ എന്നത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. കെൽവിൻ എന്ന് രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. KELVIN എന്ന് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയാൽ അത് യൂണിറ്റുകളുടെ റൂളുകൾ അനുസരിച്ച് ശരിയാണ്. അതേസമയം കെൽവിൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കഴിഞ്ഞാൽ അത് റോങ് ആയിട്ടുള്ള രീതിയാണ്, അത് തെറ്റാണ്. അങ്ങനെ നമ്മൾ ചെയ്യരുത്. അതുപോലെ ന്യൂട്ടൺ എന്ന യൂണിറ്റ് ഇവിടെ രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. ന്യൂട്ടൺ NEWTON we use small letters, then it is correct, and we are not allowed to write capital N for Newton. If we write like this, it is wrong. Now rule 4 is never use the plural form for symbols. സിംബൽസിന്റെ പ്ലൂറൽ ഫോം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതായത് never use the plural form for symbols. Example 10 kg is correct, and if we write 10 kilograms, then it is a wrong statement. 10 kilogram എന്ന് എഴുതുമ്പോൾ kg എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ, അതാണ് കറക്റ്റ്. അതേസമയം KGS കിലോഗ്രാംസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ KGS എന്ന് സിമ്പിളാക്കി എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാവും. അപ്പോൾ 75 centimeter is the correct. Similarly 75 is a quantity greater than 1, so it is plural in the sense, but we are not using cms, centimeters, for its unit. Then if we write centimeters, then it is wrong, and the correct statement of unit is 75 centimeter. This is correct. Now the rule 5. Never use full stop or comma after a symbol except at the end of a sentence. ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ ഒഴികെ യൂണിറ്റുകൾക്ക് ശേഷം നമ്മൾ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് കോമയോ ഉപയോഗിക്കാൻ പാടില്ല. 75 centimeter is the length of a table എന്നെഴുതിയാൽ അത് കറക്റ്റ് ആണ്. അതേസമയം 75 centimeter is the length of a table എന്നെഴുതിയാൽ അത് wrong ആണ്. What is wrong here? Because here
there is a full stop after the unit cm. cm എന്ന സിമ്പലിന് ശേഷം ഇവിടെ ഒരു ഡോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അലൗഡ് അല്ല. അതായത് 75 സെന്റിമീറ്റർ എന്ന് പറയുന്ന സെന്റിമീറ്റർ എന്ന യൂണിറ്റിന് ശേഷം ഫുൾ സ്റ്റോപ്പോ കോമയോ പോലുള്ള പങ്ക്ച്വേഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. This is our fifth rule. Now the rule 6 is, while writing derived units, a slash is used to denote division, but never use more than one slash in one derived unit. Example, meter per second square is correct. M by S. Here one slash is used. And meter per second is wrong. അതായത് നമ്മൾ ചില ഡിറൈവ്ഡ് യൂണിറ്റുകൾ എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ രണ്ട് ടേംസ് വരാം. അതായത് മീറ്റർ ബൈ ടൈം എന്നോ, ഇപ്പൊ ഇത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ്. അതായത് വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ ടൈം എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ബൈ സെക്കൻഡ് വരും. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്നല്ല അത് എഴുതേണ്ടത്, പകരം മീറ്റർ പെർ 2 സെക്കൻഡ് ഈ സ്ലാഷിന് ശേഷം വന്നതുകൊണ്ട് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് സ്ക്വയർ എന്നാക്കി വേണം എഴുതാൻ. അതായത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ യൂണിറ്റ്, അല്ലാതെ മീറ്റർ പെർ സെക്കൻഡ് എന്നല്ല. ആക്സിലറേഷൻ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും. റൂൾ 7. When a derived unit is expressed as the product of other units, use a dot or a space between them. രണ്ട് യൂണിറ്റുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഡിറൈവ്ഡ് യൂണിറ്റിനെ നമുക്ക് ഒരു ഡോട്ട് കൊണ്ടോ അല്ലെങ്കിൽ സ്പേസ് കൊണ്ടോ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. എക്സാമ്പിൾ, ന്യൂട്ടൺ മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് ടോർക്ക്. ടോർക്ക് എന്ന് പറയുന്ന TORQUE ടോർക്കിന്റെ യൂണിറ്റ് SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. ഈ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഒന്നുകിൽ N.M എന്ന് എഴുതാം. അതായത് രണ്ട് യൂണിറ്റുകളുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒന്നുകിൽ അവയ്ക്കിടയിൽ ഒരു ഡോട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അവയ്ക്കിടയിൽ ഒരു സ്പേസ് ഇടാം. N സ്പേസ് M എന്നോ N.M എന്നോ നമുക്ക് എഴുതാം. റൂൾ 8. Do not mix the name of a unit with the symbol. സിമ്പലിന്റെ പേരും യൂണിറ്റിന്റെ പേരും സിമ്പലും കൂടി ഇടകലർത്തി ഉപയോഗിക്കരുത്. We should not mix the name of a unit with the symbol. ഒന്നുകിൽ നമുക്ക് യൂണിറ്റിന്റെ നെയിം എഴുതാം, അതല്ലെങ്കിൽ അതിന്റെ സിമ്പൽ എഴുതാം. എക്സാമ്പിൾ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതിൽ കിലോഗ്രാം എന്ന് പറയുന്നത് കിലോഗ്രാമിന്റെ സിമ്പലും മീറ്റർ ക്യൂബ് അതും സിമ്പലാണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മൊത്തം സിമ്പലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് കറക്റ്റ് ആണ്. അതല്ലെങ്കിൽ kg എന്ന സിമ്പലിനെ സൂചിപ്പിക്കുന്ന കിലോഗ്രാം എന്ന് മുഴുവനായി എഴുതാം. നെയിം ആയിട്ട് തന്നെ നമുക്ക് എഴുതാം, അതിന്റെ നെയിം എഴുതാം സിമ്പലിന് പകരം. പെർ എന്നതിന് പകരം PER, മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ, അങ്ങനെ മുഴുവനായും യൂണിറ്റിന്റെ പേര് എഴുതാം. അങ്ങനെ ചെയ്താലും സിമ്പല് മാത്രം ഉപയോഗിച്ചാലും രണ്ടും കറക്റ്റ് ആണ്. അതേസമയം കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് എഴുതരുത്, കാരണം കിലോഗ്രാം സിമ്പലാണ്, ക്യൂബിക് മീറ്റർ യൂണിറ്റിന്റെ നെയിമാണ്, ഫുൾ ആയിട്ടുള്ള നെയിമാണ്. അങ്ങനെ ഇടകലർത്തി അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഒരിക്കലും എഴുതാൻ പാടില്ല. അല്ലെങ്കിൽ കിലോഗ്രാം എന്ന് ഫുൾ നെയിമിലും പെർ M ക്യൂബ് എന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടും എഴുതിയാൽ അതും റോങ് ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അതും ശരിയല്ല, ബിക്കോസ് ഹിയർ പെർ എന്നുള്ളത് ഫുൾ ആയി പോയി, ഫുൾ നെയിം എഴുതി കഴിഞ്ഞു, അത് പാടില്ല. കിലോഗ്രാമും മീറ്റർ ക്യൂബും സിമ്പൽ ആയതുകൊണ്ട് പെർ എന്നുള്ളത് കൂടി സിമ്പൽ ആയിട്ട് വേണം എഴുതാൻ. കിലോഗ്രാം പെർ മീറ്റർ M ക്യൂബ് അതും റോങ് ആണ്. ഹിയർ പെർ എന്നുള്ളതും മീറ്റർ ക്യൂബ് എന്നുള്ളതും സിമ്പലാണ്, പക്ഷെ കിലോഗ്രാം എന്നുള്ളത് യൂണിറ്റിന്റെ നെയിം ആണ്. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ എഴുതിയാൽ അത് റോങ് ആണ്.
കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. ഇവിടെ കിലോഗ്രാമും ക്യൂബിക് മീറ്ററും യൂണിറ്റിന്റെ നെയിമാണ്, സ്ലാഷ് മാത്രം സിമ്പലായി. അങ്ങനെ മിക്സ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ അത് യൂണിറ്റുകളുടെ റൂളിന് എതിരാണ്. അപ്പോൾ ഡു നോട്ട് മിക്സ് ദ നെയിം ഓഫ് എ യൂണിറ്റ് വിത്ത് ദ സിമ്പൽ. റൂൾ 9. While writing units along with a value, there must be single space between them. യൂണിറ്റുകളുടെ വാല്യൂ ചേർത്ത് എഴുതുമ്പോൾ, അതായത് നമ്മൾ 10 സെന്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ 10 ആണ് അതിന്റെ വാല്യൂ, സെന്റിമീറ്റർ ആണ് യൂണിറ്റ്. അവ തമ്മിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ 273 സ്പേസ് കെ. 273 കെൽവിനെ എങ്ങനെ എഴുതാം? 273 സ്പേസ് കെ എന്ന് എഴുതാം. അത് കറക്റ്റ് ആണ്. അതുപോലെ 273 സ്പേസ് ഇല്ലാതെ കെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. 100 മീറ്റർ എങ്ങനെ എഴുതണം? 100ന്റെ തൊട്ടടുത്ത് മീറ്റർ എഴുതാൻ പാടില്ല. 100 കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം മീറ്റർ എഴുതാൻ. 100 സ്പേസ് മീറ്റർ ഈസ് ദ കറക്റ്റ് notation and 100 m without a space is wrong. Now the last rule is rule 10. Never use more than one unit to express a physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാൻ ഒരേ സമയം ഒന്നിലധികം യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. അതായത് 10.25 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 10 മീറ്റർ 25 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഒരിക്കലും അതെങ്ങനെ എഴുതാൻ പാടില്ല? 10 മീറ്റർ 25 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പാടില്ല. എങ്ങനെ എഴുതാൻ പാടുള്ളൂ? മീറ്ററിലാണെങ്കിൽ മീറ്ററിൽ മാത്രം എക്സ്പ്രസ് ചെയ്യണം. ദാറ്റ് ഈസ് 10.25 മീറ്റർ എന്ന് എഴുതാൻ പാടുള്ളൂ. അതായത് ഒരു യൂണിറ്റിനെ സൂചിപ്പിക്കാൻ, ഒരു ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാൻ ഒരു യൂണിറ്റ് മാത്രമേ അറ്റ് എ ടൈം ഉപയോഗിക്കാവുള്ളൂ. Now, there are 4 questions given in our textbook. First question is, write down the following units in the ascending order of their values. മില്ലിമീറ്റർ, നാനോമീറ്റർ, സെന്റിമീറ്റർ, മൈക്രോമീറ്റർ. ഈ അളവുകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസെൻഡിങ് ഓർഡർ means we have to write this from smallest to biggest, smallest to largest. Smaller unit, ഏറ്റവും smaller unit ഇതിൽ ഏതാണ്? നാനോമീറ്റർ is the smallest unit. So we have to write nanometer, micrometer, then millimeter and then centimeter. The next question is 1 meter, 1 centimeter, 1 kilometer, 1 millimeter. We have to write this in the ascending order of their values. Now the answer of first one is a nanometer, micrometer, millimeter and centimeter, and the second one is 1 which is the smallest unit in this, that is 1 millimeter. So we have to write 1 millimeter first, 1 millimeter, then comes 1 centimeter, then 1 meter and 1 kilometer. So we have written them in ascending order. Now the second question, which of the following units does not belong to the group kilogram, milligram, gram, millimeter? ഇതിൽ ഏതാണ് ഗ്രൂപ്പിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഓഡ് ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? ഓഡ് വൺ ഏതാണ്? കിലോഗ്രാം ഈസ് ദ unit used for measuring mass. Milligram and gram are also used for mass, but millimeter is the unit for measuring length. So it is the odd one. Second is micrometer, millimeter, kilometer and milligram. What is the odd one in this group? Surely milligram, because it is the unit of mass. All others are units of length. Millimeter and B answer is milligram. Now the third question, imagine that the distance from school to your friend's house is 2250 meter. State this in kilometers. 2250 മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ, മീറ്ററിലുള്ളതിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? We have to divide it by 1000.
It is 2250 meter is equal to 2250 divided by 1000, that is 2.25 kilometer. Fourth question. Convert the following units into SI units without changing their values. 3500 gram, 2.5 kilometer and 2 hours are given. Answers is ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. SI unit of mass is kilogram. So 3500 divided by 1000 is equal to 3.5 kg. Then 2.5 kilometer. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2.5 into 1000, that is 2500 meter. Now 2 hours. അവർ എന്നുള്ളത് SI യൂണിറ്റ് അല്ല, സെക്കൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവറിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി 2 into 60 into 60. ആദ്യം ഒരു 60 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് മിനിറ്റിലേ ആവുന്നു. വീണ്ടും ഒരു 60 കൊണ്ട് കൂടി ഗുണിക്കുമ്പോൾ നമുക്കത് സെക്കൻഡിൽ കിട്ടുന്നു. Answer is 7200 seconds.